എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു അലുവയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതും നമ്മൾ റോബസ്റ്റ് പഴം വെച്ചിട്ടാണ് ഈ അലുവ ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ അടിപൊളി അലുവ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റവ് ഓണാക്കി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂട് കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കുക. ഇതിൽ തന്നെയാണ് നമ്മളെല്ലാവരും ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട്. നെയ്യൊന്ന് മെൽട്ടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് തേങ്ങാക്കൊത്തും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ലോവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 4 നല്ല പഴുത്ത റോബസ്റ്റ് പഴം മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക. അതാകുമ്പോൾ നമുക്ക് വെള്ളം അല്ലെങ്കിൽ പാലൊന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ വേണ്ടി വരും ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ കേട്ടോ. അപ്പോൾ അത് അവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 അച്ച് ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ പാനിയാക്കി എടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് അരിച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിലെ ജലാംശമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാനിത് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ശർക്കര പാനിയിൽ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് വഴറ്റും തോറും ഈ നെയ്യും ഈ റോബസ്റ്റ് പഴം എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റിയിട്ട് കൊടുക്കാം. നെയ്യ് എത്രത്തോളം കൂടുന്നു അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അലുവയ്ക്ക്. അപ്പോൾ അതാ ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് കംപ്ലീറ്റ് ജലാംശമൊക്കെ നന്നായിട്ട് പോയി നെയ്യൊക്കെ നന്നായിട്ട് അബ്സോർബ് ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്ക് ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. ആ ഒരു പരിമാണം വരെ നമുക്കിത് വഴറ്റിക്കൊണ്ടിരിക്കണം. അതേപോലെ നമ്മൾ ഒഴിച്ച നെയ്യിൻ്റെ അംശമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരാനും തുടങ്ങും. അപ്പോൾ അതാണ് നമ്മുടെ അലുവ റെഡിയായി എന്നുള്ള പാകട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ ഇത് ചൂടാറിയ ശേഷം ഇങ്ങനെ കഴിക്കാം. ഈ പാത്രത്തിൽ വെച്ചതിന് ശേഷം ഇത് ചൂടാറിയ ശേഷം നിങ്ങൾക്ക് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക്, ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് നെയ്യൊന്ന് തടവി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മിക്സ് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്പൂണിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവിയിട്ട് ഇതൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നേരിട്ട് പാത്രത്തിൽ തണുത്തതിന് ശേഷം അങ്ങനെ കഴിക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതൊരു 2 ദിവസം പിടിക്കുന്നത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരാനായിട്ട്. അപ്പോൾ നമ്മൾ അല്ലാതെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ചൂടാറിയ ശേഷം കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഒരു 2 ദിവസം ഇത് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വെക്കണമെങ്കിൽ പുറത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ അതവിടെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അലുവയൊക്കെ ഇവിടെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളെടുക്കുന്ന കത്തിയിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ അതിനകത്ത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അലുവയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്